ഉത്തര 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 ഏരുക്കെ പാക്കുത്തര ഉത്തര ഉത്തര आसमानी खुशी से भर दे मुझको आसमानी खुशी से भर दे मुझको गीत नया दिल में ला गीत नया दिल में ला आसमानी खुशी से भर दे मुझको गीत नया दिल में ला उत्तरा 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 ഏരുകെ പാക്കുത്തര ഉത്തര 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 ഉത്തര. പ്രൈസ് ദി ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വചനം വായിച്ച് അതിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം എസ്തേർ 4-ന്റെ 13-ാം വാക്യം വായിക്കുന്നു. മോർദെഖായി എസ്തേറിന് മറുപടി പറവാൻ കൽപ്പിച്ചത്, നീ രാജസന്നിധിയിൽ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എസ്തേറിൻ്റെ പുസ്തകം വിവരിക്കുന്നത്, അത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, തൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടിയുള്ള കരുതലും പരിപാലനവും എന്ന വിഷയത്തിൽ അത് നൽകുന്ന സമഗ്ര സംഭാവനയാണ്. ഇവിടെ ദൈവത്തിൻ്റെ കരുതലും പരിപാലനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുസ്തകത്തിൽ ഒരു അഹശ്വേരോശ് രാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. 127 സംസ്ഥാനങ്ങൾ വാണ വലിയ രാജാവാണ് അഹശ്വേരോശ്. ഇതിൽ ഹിന്ദുദേശത്തെ പറ്റിയും ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹിന്ദുദേശവും ഇതിൽ ഉൾപ്പെടുന്നു. ഇത്രയും സംസ്ഥാനങ്ങൾ, പല ഭാഷകൾ, പല സംസ്കാരങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഒന്നു ചേർന്ന് വലിയ രാജ്യമായി ഭരിക്കുന്ന രാജാവാണ് അഹശ്വേരോശ്. എസ്തേർ അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായിത്തീരുന്നു. അതിൻ്റെ കാരണം തന്നെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. എസ്തേറിൻ്റെ ആ രംഗപ്രവേശനത്തിന് മുമ്പ് അവിടെ നടക്കുന്ന സംഭവമാണ് ഇനി പറയുന്നത്. രാജാവ് രാജധാനിയുടെ ഉദ്യാന പ്രകാരത്തിൽ വെച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്ന് കഴിക്കാനിടയായി. 7-ാം ദിവസം രാജാവ് വീഞ്ഞു കുടിച്ച് ആനന്ദമായിരിക്കുമ്പോൾ തൻ്റെ പ്രധാന ഭാര്യയായിരിക്കുന്ന വസ്തി രാജ്ഞി വളരെ സൗന്ദര്യമുള്ളവളായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും തൻ്റെ രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ വളരെ സുമുഖിയും സുന്ദരിയുമായിരുന്നു. എന്നാൽ അവൾ അത് അനുസരിക്കാതിരുന്നു. അത് കണ്ട രാജാവ് ഏറ്റവും കോപിച്ചു. അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. എസ്തേർ 1-12 അത് വായിക്കുന്നു. തൻ്റെ സന്നിധിയിലെ ഉപദേശകരായ പ്രഭുക്കന്മാരോട് രാജാവ് ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഈ കുറ്റം ശിക്ഷിക്കപ്പെടാതെ പോയാൽ രാജ്യത്താകമാനമുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരെ അനുസരിക്കാതിരിക്കാൻ കാരണമാകുമെന്ന് അവർ അഭിപ്രായപ്പെടുകയുണ്ടായി. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനമായി വസ്തി രാജ്ഞി സ്വസ്ഥാനത്ത് നിന്ന് നീക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ മഹാറാണിയായി ഉയർത്തിയ വസ്തി രാജ്ഞി സ്വയം മറന്നുപോയി. താൻ ആരാണെന്നും തൻ്റെ സ്ഥാനമെന്താണെന്നും താനൊരു മഹാരാജാവിൻ്റെ ഭാര്യയാണെന്നും തൻ്റെ ധർമ്മമൊക്കെ മറന്ന് തനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളിൽ അഹങ്കരിച്ച് രാജ്യത്തിന് മാതൃകയായി ജീവിക്കേണ്ടവൾ രാജാവിനെ അപമാനിച്ച്, രാജ്യത്തെ പ്രധാനികളെ തന്നെ അപമാനിച്ച്, രാജ്യത്തെ സ്ത്രീകൾക്ക് തന്നെ അവളൊരു അപമാനമായി മാറുകയാണ്.
പ്രിയമുള്ളവരെ, ഇന്ന് ഇതൊക്കെ ആത്മജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം അഭിഷേകം ചെയ്ത് സ്ഥാനമാനങ്ങൾ കൊടുത്ത് തൻ്റെ പ്രവർത്തികൾക്കായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ കിട്ടിയ സ്ഥാനമാനങ്ങളിൽ മയങ്ങി അഹങ്കരിച്ച് സ്വയം പ്രശംസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നതായി കാണാം. ദൈവം കൊടുത്ത സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ എടുത്തു മാറ്റി കിട്ടിയ കൃപകളും വരങ്ങളും നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട് അവർ സഞ്ചരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. വസ്തുരാജ്ഞിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെ തുടർന്ന് മറ്റൊരു രാജ്ഞിക്കായി രാജ്യത്തുള്ള സൗന്ദര്യമുള്ള കന്യകമാരെ വിളിച്ചു വരുത്തുന്നു. തുടർന്നുള്ള സംഭവങ്ങളിൽ മോർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളായ എസ്തേറിൽ രാജാവിന് പ്രീതി തോന്നി. രാജാവ് അവളെ രാജ്ഞിയാക്കി. പ്രധാന കാരണം അവളുടെ സൗന്ദര്യമായിരുന്നു. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമുക്ക് കാണാം. വസ്തുരാജ്ഞിയെ സ്വസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. എസ്തേർ ആ സ്ഥാനത്തേക്ക് വരുന്നു. എസ്തേർ ആ സ്ഥാനത്ത് വന്നെങ്കിലും എസ്തേർ ആ സ്ഥാനത്ത് വന്നെങ്കിലേ യഹൂദന്മാർക്കൊരു വിടുതലുള്ളൂ എന്ന് ദൈവത്തിന് നന്നായി അറിയാം. ഇതൊക്കെ ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് നമുക്കതിൽ ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ എസ്തേർ രാജ്ഞിയായതിനു ശേഷം അവളും അവിടുത്തെ സുഖഭോഗങ്ങളിൽ മയങ്ങി തൻ്റെ നിയോഗം എന്തെന്ന് മറന്ന് സുഖലോലുപതയിൽ അവിടെ രാജകീയ ജീവിതം നയിക്കുകയാണ്. അവൾക്ക് എന്തിനാണ് ഈ സ്ഥാനം കൊടുത്തതെന്ന്, എന്തിനാണ് അവളെ രാജസന്നിൽ കൊണ്ടുവന്നത് എന്നത് അവൾ ചിന്തിക്കാതെ ജീവിച്ചു വരുമ്പോൾ ദൈവപുരുഷനായ മോർദെഖായി എസ്തേറിനെ ഓർമ്മിപ്പിക്കുകയാണ്. നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടായിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിൻ്റെ പ്രതിപൗരവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഈ വാക്കുകൾ എസ്തേറിനെ വളരെ വേദനിപ്പിച്ചു. അവളെ വളരെ ചിന്തിപ്പിച്ചു. അവളുടെ ദൗത്യം അവൾക്ക് നല്ലവണ്ണം ബോധ്യമായി. അവൾ ഉപവസിക്കാൻ തീരുമാനിക്കുകയാണ്. അവൾ പറഞ്ഞു, ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരും ഒന്നിച്ചു കൂടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാലത്തിലും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. എസ്തേറിൻ്റെ 4:16 ഈ ഭാഗം വായിക്കുന്നു. അവൾ അവിടെ ഒരു കഠിനമായ തീരുമാനമെടുക്കുകയാണ്. ദൈവപുരുഷനായ മോർദെഖായി അവളോട് അവളുടെ കർത്തവ്യം ഓർമ്മിപ്പിച്ചപ്പോൾ അവൾ ദൈവമുമ്പാകെ വീഴുകയാണ്. അവളുടെ തെറ്റുകൾ അവൾ ഏറ്റുപറയുകയാണ്. ഉപവസിച്ച് ശക്തി പ്രാപിച്ച് തൻ്റെ ജനത്തിൻ്റെ വിടുതലിനായി അവൾ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടി തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ അവൾ തയ്യാറാകുന്നു. രാജാവിൻ്റെ അനുവാദമില്ലാതെ രാജാവിൻ്റെ അടുക്കൽ ചെന്നാൽ മരണം നിശ്ചയമാണ്. രാജാവ് പറയുന്ന സമയത്ത് മാത്രമേ അവൾക്ക് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ അവളുടെ ജീവന് തന്നെ അത് വളരെ ഭീഷണിയാകുന്നു. തൻ്റെ ജീവൻ പോലും വകവയ്ക്കാതെ അവൾ അവളുടെ ദൗത്യത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. ഇത് നമ്മളെ വളരെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി തൻ്റെ ദൗത്യം നിറവേറ്റാൻ അവൾ ജീവനെ പോലും കൊടുക്കാൻ തയ്യാറാകും. ദൈവപുരുഷൻ അവളെ ഏൽപ്പിച്ച വിഷയങ്ങൾ അവൾ പടിപടിയായി ചെയ്യുവാൻ തുടങ്ങിയാണ്. ദൈവദാസനായ മോർദെഖായി എസ്തേറിനോട് പറഞ്ഞതുപോലെ ദൈവദാസന്മാരായ ജനത്തോടും ദൈവം ഈ ബന്ധത്തിൽ കൂടി സംസാരിക്കുന്നെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. പൊടിയിലും കുപ്പയിലും നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നിന്നെ പൊക്കിയെടുത്ത് ഉയർത്തി രാജകീയ പദവി തന്ന് നിർത്തിയിരിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. ദൈവം എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് മനസ്സിലാക്കുക. നല്ല രാജകീയ ജീവിതവും ആഡംബരങ്ങളും സുഖകരമായ ജീവിതങ്ങളും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മതിമറന്ന് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ മറന്ന് ദൈവം അയക്കുന്ന അടുത്തേക്ക് പോകാതെ ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എന്തെങ്കിലും പ്രവർത്തിച്ചോളാമെന്ന് നമ്മൾ കരുതിയാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ കഴിയുകയില്ല. മോർദെഖായി എസ്തേറിനെ ഓർമ്മിപ്പിക്കുന്നത്, നീ രാജധാനിയിൽ ഇരുന്ന് സുഖമായി കഴിയുമ്പോൾ രക്ഷപ്പെട്ടുവെന്ന് കരുതേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീ നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇതാണ് മോർദെഖായി ഓർമ്മിപ്പിക്കുന്നത്.
ദൈവം തൻ്റെ പ്രവൃത്തിക്കായി മറ്റാരെങ്കിലും ഉപയോഗിക്കും. നമ്മുടെ അനുഗ്രഹങ്ങളാണ് നഷ്ടപ്പെടുന്നത്. സ്ഥാനങ്ങളും പദവികളും നഷ്ടപ്പെട്ട് അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം എന്താണ് ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ കഴിയണം. അത് പലരുടെയും വിടുതലിന് കാരണമാകും. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ദുഷ്ടന്മാരിൽ നിന്നും സുവിശേഷ വിരോധികളിൽ നിന്നും ദൈവനാമത്തെ ദുഷിക്കുന്നവരുടെ കയ്യിൽ നിന്നൊക്കെയും ദൈവജനത്തെയും നാശത്തിലേക്ക് പോകുന്ന ഈ ലോകത്തെയും രക്ഷിക്കുവാൻ കഴിയും. അങ്ങനെ ദൈവാനുഗ്രഹം നമ്മൾ നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ശക്തിയോടെ നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാം. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്നും നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിന്നെയും ദൈവശക്തിയോടെ മുന്നേറുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.